ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്നവയാണ്. ഇങ്ങനെ ഉണ്ടാവുന്നതിന്റെ പ്രധാനമായ കാരണം ജീവിതശൈലിയിലെ വ്യതിയാനങ്ങൾ തന്നെയാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കാത്തവരെ പല ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിനു മുന്നേ ബാധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന നല്ല മാറ്റങ്ങൾ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായിരിക്കും. ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സന്ധിവേദന. നമ്മളിൽ പലരും സ്ഥിരമായി ചെയ്യുന്ന ഒരു ശീലം കാരണം സന്ധിവേദന വർദ്ധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലർക്കും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശീലമാണ്. പക്ഷേ സന്ധിവേദന ഉണ്ടായിട്ടും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ സന്ധികളുടെ വേദനയും മുറുക്കവും കൂട്ടാൻ കാരണമായേക്കാം. ശരീരം തണുത്ത താപനിലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് ശരീരത്തിൽ വീക്കമുണ്ടാക്കാൻ കാരണമാകും. തുടർന്ന് സന്ധികളുടെ വേദനയ്ക്കും കാരണമാകും. ശരീരത്തിൽ തണുപ്പേൽക്കുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാവുകയും ഇത് സന്ധികളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും സന്ധികളിൽ മുറുക്കമുണ്ടാകുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്നത് വിട്ടുമാറാത്ത സന്ധിവേദന ഉള്ള ആളുകൾക്ക് കൂടുതൽ ദോഷകരമാകും. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെ അത് തുടങ്ങണമെന്ന് നോക്കാം. ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു തുടങ്ങി പതിയെ വെള്ളത്തിന്റെ താപനില കുറച്ചുകൊണ്ടുവരിക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ അനുഭവപ്പെടുന്നെങ്കിൽ ഈ ശീലം അപ്പോൾ തന്നെ ഒഴിവാക്കൂ. സന്ധിവേദനയ്ക്ക് ചികിത്സ തേടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് അഭിപ്രായം തേടുന്നത് വളരെ ഗുണകരമായിരിക്കും. തണുത്ത വെള്ളത്തിൽ ഉള്ള കുളി നല്ലതാണോ മോശമാണോ എന്നത് ഒരാളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ദൈനംദിന ശീലം തുടരുന്നത് കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എങ്കിൽ ധൈര്യമായി തുടരാവുന്നതാണ്. മറിച്ച് സന്ധിവേദന ഉള്ള ഒരാൾക്ക് രാവിലത്തെ തണുത്ത വെള്ളം കൊണ്ടുള്ള കുളി കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ശീലം ഒഴിവാക്കി ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതായിരിക്കും നല്ലത്.